ഈ ഒരു വീഡിയോ ഇന്റർനെറ്റിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു കാഫ്, അത് പശുക്കിടാവ് ഹോഴ്സസിൻ്റെ ഒപ്പം ഓടിയെത്തുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൽ നമുക്ക് കണ്ടാൽ പോലും ചിലപ്പം ആശ്ചര്യപ്പെട്ടു പോകും, അത് പശുക്കിടാവ് തന്നെയാണോ അല്ല ഹോഴ്സാണോ എന്നൊക്കെ ആയിട്ട്. ഇതിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് അല്ലേ. നമ്മൾ സ്വന്തത്തിന് ബിലീവ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് എത്തും എന്നുള്ളത് ഒരു പാഠമാണ്. രണ്ടാമത്തേത്, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഗ്രോ ചെയ്യാം എന്നുള്ളതും ഒരു പാഠമാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരുടെ കൂടെയാണോ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് നമ്മളിൽ ഉണ്ടാവും എന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. ഹോഴ്സസിൻ്റെ കൂടെ പഴകി അവരുടെ ഒരു ലെവലിലേക്ക് ഓടിയെത്താൻ ആ കിടാവിന് കഴിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ നെറ്റ്വർക്കാണ്. അതായത് നമ്മൾ ആരുടെയൊക്കെ കൂടെയാണ് നമ്മൾ സംവദിക്കുന്നത്, നമ്മൾ പഴകുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എവിടെ എത്തുക എന്നുള്ളത് തീരുമാനിക്കുക. ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പകരം അതൊന്നും ശരിയാവില്ലടാ, അതൊക്കെ പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നവരുടെ കൂടെയാണ് നമ്മളുള്ളെങ്കിൽ, കംഫർട്ട് സോണിൽ തന്നെ നിൽക്കുന്നവരുടെ കൂടെയാണ് നമ്മൾ ഉള്ളതെങ്കിൽ, നമ്മളൊരിക്കലും അവിടത്തേക്ക് എത്തില്ല. നേരെ മറിച്ച് അത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലുള്ളവരുടെ കൂടെയാണുള്ളെങ്കിൽ നമ്മൾ എന്തായാലും എത്തിയിരിക്കും. റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളെങ്കിൽ നമ്മൾ വേറെ ലെവലിലേക്ക് എത്തും. അതുകൊണ്ട് ആരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സാണ്. നമ്മൾ എവിടെ ജനിച്ചാലും എങ്ങനത്തെ എൻവയൺമെൻറ്റിൽ വളർന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തുക തന്നെ ചെയ്യും.